ായിട്ട് നാട്ടുകാർ PR ചതി പോയി കുടുങ്ങി പറ്റിക്കപ്പെടുകയാണ്. സീസൺ 6 ഒരു പൊട്ടന്റെ കയ്യിലും സീസൺ 7 ഒരു പൊട്ടത്തിന്റെ കയ്യിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് കണ്ടത് ഞാനേ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ചിരിച്ചൊരു ഇന്റർവ്യൂ, പൂർണ്ണ ചിരിയോട് കണ്ടിരുന്ന ഒരു ഇന്റർവ്യൂ. ആളിനെ മനസ്സിലായല്ലോ, ഫീക്കർ ട്രെയിൻ എന്ന് വിളിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിൽ ചെന്ന സായി കൃഷ്ണ എന്ന വ്യക്തിയാണ്. പുള്ളിക്ക് എല്ലാത്തിനോടും പുച്ഛമാണ്, എല്ലാവരോടും പുച്ഛമാണ്. പുള്ളി പൊട്ടൻ എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ടല്ലോ, ഒന്ന് ജിൻഡോ, കഴിഞ്ഞ പ്രാവശ്യം സീസൺ 6 വിന്നർ ജിൻഡോ. അതുപോലെ ഈ പ്രാവശ്യം വിന്നറാകാൻ പുള്ളി പറയുന്ന ആള് നമ്മുടെ അനുമോളാണ്. നല്ലതായിട്ടൊന്നുമല്ല അനുമോളെ പറഞ്ഞേക്കുന്നത്. അനുമോൾ PR കൊണ്ട് ജയിക്കും എന്നാണ് പുള്ളിയുടെ കണക്കുകൂട്ടൽ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പൊട്ടനും ഈ പ്രാവശ്യം പൊട്ടിയും. ഇത് പറയുന്നത് ആരാ? ലോക പൊട്ടൻ. അതാണ് അതിൻ്റെ രസം. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ദിവസമായിട്ടേ ഈ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇത് പെട്ടെന്ന് ലൈവ് പോകുന്നതുകൊണ്ട് നമ്മൾ സമയമില്ലാതെ ഇതൊക്കെ ചെയ്തു വരുമ്പോഴത്തേന് ഇതിൻ്റെ ചൂടങ്ങ് ആറും. അപ്പോഴത്തേന് പലരും വീഡിയോ ഒക്കെ ഇടും. പിന്നെ ഇതിൻ്റെ പുറകെ പോകുന്ന അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഈ ലൈവ് ഇരുന്ന് കണ്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അതിനിടയിലാണ് ഈ പൊട്ടൻ്റെ ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ വരുന്നത്. ഈ ആളിനെ മനസ്സിലായല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിൽ പോയി അവിടെ വാഴയായിട്ട് ജാസ്മിൻ്റെയൊക്കെ മൂടും താങ്ങി അവിടെ ഇരുന്ന വ്യക്തിയാണ് ഈ വ്യക്തി. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് എൻ്റെ യഥാർത്ഥ സായി കൃഷ്ണൻ ആരാണെന്ന് അറിയിക്കാൻ വേണ്ടി പോയതാണ്. അവൻ എന്ത് സംഭവിച്ചു? ഒന്നും മിണ്ടാതെ, ഒന്നും ഉരിയാടാതെ വല്ലതും കഴിച്ച് അവിടെ അന്തി ഉറങ്ങിയ വ്യക്തിയാണിത്. പെങ്ങളുകുട്ടി കളിയൊക്കെ കളിച്ച് ഒരുമാതിരി നേരെ പോയി കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഫിജോ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ പോലും കളിപ്പിക്കാതിരുന്ന ഏറ്റവും മുൻപന്തിയിൽ നിന്ന വ്യക്തിയായിരുന്നു. ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ അതിലും വലിയ രസകരമായിരുന്നു. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബിഗ് ബോസിക്ക് പോകുന്ന എല്ലാവരെയും അങ്ങ് കളിയാക്കും. അങ്ങനെയല്ല കളിക്കേണ്ടത്, ഇങ്ങനെയാണ് കളിക്കേണ്ടത്, ഇങ്ങനെയാണ് കളിക്കേണ്ടത്. അപ്പം നമ്മുടെ ഈ ബിഗ് ബോസിൽ ഇങ്ങനെ പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു യമകണ്ഠൻ കളി. അപ്പോൾ അന്നത്തെ എൻ്റെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൻ പ്രതീക്ഷയുമായിട്ട് സായി കൃഷ്ണ സീക്രട്ട് എൻ്റെ ബിഗ് ബോസിലേക്ക് എല്ലാവരും പൊളിച്ചെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തംലൈനും ഒക്കെ ഇട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അവൻ അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ, ഈ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നൊക്കെ പറയുന്ന പഴങ്കഞ്ഞിയെക്കാട്ടിലും കഷ്ടം. വളരെ തണുത്ത് ജാസ്മിൻ്റെ മൂട് താങ്ങി നടക്കുന്ന ഒരു മനുഷ്യനായിട്ട് അങ്ങ് അതപ്പതിച്ചു. ജാസ്മിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ വന്ന് പറഞ്ഞ് അങ്ങനെ ബിഗ് ബോസിൻ്റെ വാണിയും കിട്ടി. എന്തൊക്കെയായിരുന്നു. എന്നിട്ട് ഒരു വാഴച്ചവിട്ടിപ്പോയൊരു ഒരേ ഒരു ഇരിപ്പാണ്. ആ സീസണിലാണ് ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി വിജയിക്കുന്നത്. എടാ, ഈ ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല. എല്ലാ സീസണും ഇപ്പം ഡോക്ടർ റോബിനെ പോലെ എല്ലാ സീസണിലും ഓരോരുത്തർ വേണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ഗെയിം ഓരോ രീതിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തമ്മിൽ പേരും തൊമ്മൻ എന്ന നിലയിൽ ജിൻഡോ ജയിച്ചു. അങ്ങേർക്ക് വോട്ട് കൂടുതൽ. ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് PR ബലത്തിലാണ് ജയിച്ചത്. ഇവിടെ PR ഒക്കെ എന്തുമാത്രം പൊക്കിക്കൊണ്ട് വരാം, കുറച്ചൊക്കെ പൊക്കിക്കൊണ്ട് വരാം. അതിനകത്ത് കണ്ടന്റ് കൊടുത്താൽ മാത്രമേ എത്ര PR ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ജനങ്ങളുടെ വോട്ടില്ലെങ്കിൽ ഒരു PR ഉണ്ടായിട്ട് രക്ഷയൊന്നുമില്ല. പിന്നെ PR കൊണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാം. ഇപ്പം സാമു മോന് PR കൊടുത്തിട്ട് അവിടെ അതിനകത്ത് പോയിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? സാമുമോൻ അവിടെ കണ്ടന്റ് ഇല്ല, ഉരിയാടുന്നില്ല. എന്തിനു പറയുന്നു? ഈ സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി PR കൊടുത്ത് അതിനകത്ത് പോയിരുന്നെങ്കിൽ PR തന്നെ വാഴയായി മാറി. ആ അവസ്ഥയായിരുന്നു അങ്ങനെ അവിടെ കാണിച്ചു വിട്ട്. ഇങ്ങനെ അവസാനം ഇങ്ങനെ ഭാര്യ വരെ അങ്ങനെ ട്രോളിക്കൊന്നു. എന്നിട്ട് ഇപ്പം വന്ന് എല്ലാവരെയും കുറ്റം പറയാം. ഈ അസൂയക്കും കുശുമ്പിനും കയ്യും കാലും വെച്ചിരിക്കുക എന്ന് പറയത്തില്ല, അതാണ് എനിക്ക് തോന്നിയത്. ഇനി അനീഷിൻ്റെ കാര്യം. അനീഷിനെ ഇഷ്ടമല്ല, അനുവിനെ ഇഷ്ടമല്ല. അനീഷും PR കൊടുത്ത് അവിടെ പോയിരിക്കുന്നതെന്നാണ് ഇങ്ങേരുടെ ഒരു കണ്ടുപിടുത്തം. അനീഷിനെ പറ്റി പറയുന്നത് കേട്ടോ. കണ്ടന്റുകളില്ല, 1-2 ആഴ്ചയ്ക്ക് നോക്കിയാൽ അറിയാം. അനീഷിൻ്റെതായിട്ടുള്ള കണ്ടന്റുകൾ വളരെ കുറവാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത വ്യക്തികളിൽ 2 പേരാണ് അനീഷും അനുമോളും. ഇങ്ങേർക്ക് ഈ 2 പേരെ ഇഷ്ടമല്ല.
കാരണം ഇതൊരു ഗെയിം ഷോയാണ്. ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് ആ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇത്രയും ആയിട്ട് പഠിച്ചിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഈ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ പറയുന്നത് അനീഷിന് കണ്ടൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല, അനീഷ് സൈഡായിട്ട് പോകുന്നു. എന്താ ഇങ്ങനെ പറയുന്നതെന്ന് യാതൊരു പിടിയില്ല. ഏതായാലും ഇതിൻ്റെ താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ എല്ലാം തന്നെ നിന്നെക്കാട്ടിൽ ഭേദമാണ് എന്നുള്ള കമൻറ്റുകളാണ്. ഈ വാഴ ആരാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചത് എന്ന്, കാരണം ഒരാൾ പോലും നല്ലത് പറയുന്നില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്. അതിനുശേഷം ഷാനവാഫിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഈ അനുമോള്, അനീഷ്, ഷാനവാഫ് ഈ ഫിഫയിലെ 3 മികച്ച മത്സരാർത്ഥികളുടെ കാര്യം 1, 2, 3 സ്ഥാനത്ത് നിൽക്കുമെന്ന് ഞാൻ കരുതുന്ന 3 മത്സരാർത്ഥികളിൽ ഷാനവാഫിന്റെ കാര്യം പറയുന്നത് കേട്ടോ. അവര് ബ്രദർ സ്ഥാനം പിടിച്ചിട്ട് ഷാനവാസിനെ തളയ്ക്കുന്നു. ഈ ഷാനവാഫും ആദിലയും നോറയും തമ്മിൽ ഒരു സഹോദര ബന്ധം അവിടെ കാണിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അതും വിമർശന വിധേയമായിട്ട്. ഇത് ആദ്യമേ കാണിച്ചു കൊടുത്ത ആരാന്നറിയോ? ഇങ്ങേര് കഴിഞ്ഞ പ്രാവശ്യം പോയി പെങ്ങളെ കുട്ടിക്ക് ഒരു വീട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പണപ്പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടില്ലേ? ഈ പണപ്പെട്ടിയുടെ കാര്യം പറയാൻ പിന്നെ അന്ന് ചിരിക്കാനേ, അന്ന് നമ്മൾ ഒത്തിരി ട്രോൾ വീഡിയോ. കാരണം ആകെ 5 ലക്ഷമാണ്, 2 മിനിറ്റ് പോലും നിന്നില്ല. അതിനു മുമ്പ് ആ പെട്ടി എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടമാണ്. കാശിനോട് ഇത്ര ആക്രാന്തമുള്ളൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം പലരും ഒന്ന് ആക്രാന്തിക്കും, ഒന്ന് എടുക്കണോ വേണ്ടയോ. പ്രത്യേകിച്ച് അന്ന് പലർക്കും കാശിന് അത്യാവശ്യമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരാരെങ്കിലും എടുത്താലോ എന്ന് കരുതി 10 ലക്ഷം രൂപ വരെ കൊടുത്തേനേ, 10ഓ 15ഓ ഒക്കെ കൊടുത്തേനെ. അതൊന്നും ആലോചിച്ചില്ല. 5 ലക്ഷം ആയപ്പം തന്നെ എടുത്തുകൊണ്ട് ഒറ്റ പോക്ക്. അതുകൊണ്ടാണ് ഈ ഫീഫണിലോട്ട് പണപ്പെട്ടി ടാസ്കും വെച്ചുമില്ല. ഇവനെപ്പോലുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? അതുകൊണ്ട് തന്നെ വെക്കാൻ ഞാൻ. അപ്പം പെങ്ങൾ കുട്ടി കളിച്ച് അവിടെ നിന്ന മനുഷ്യനാണിപ്പം വന്ന് ഷാനവാഫിനെയും ആദിലെയും നൂറെ കുറ്റം പറയും. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ ഓരോ മനുഷ്യനും കുറ്റം പറയാൻ എളുപ്പമാണ്, ഉപദേശിക്കാം, കുറ്റം പറയാം. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി പാടാണ്. അതുപോലെ തന്നെയാണ് ഇങ്ങനത്തെ കാര്യം. കാരണം ഇതിനകത്ത് കയറി, കാറിനകത്ത് കയറിയിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുക. കഴിഞ്ഞ ഫീഫണിലും ആരെയും കൊള്ളത്തില്ല, ഈ ഫീഫണിലും ആരെയും കൊള്ളത്തില്ല എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി ഇവരെ ഈ ഇൻ്റർവ്യൂ ജെമ്മിയാണെന്ന് തോന്നുന്നു. ഇൻ്റർവ്യൂവിൽ ജെമ്മിയെ കുറച്ച് ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വെച്ചു. ഈ ഫീഫണിലെ നൂറ ഉണ്ടായിരുന്നു, ആദില ഉണ്ടായിരുന്നു, അനീഷ് ഉണ്ടായിരുന്നു, അനിമോൾ ഉണ്ടായിരുന്നു, ഷാനവാഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അക്ബർ ഉണ്ടായിരുന്നു, നെവിൻ ഉണ്ടായിരുന്നു. ആരാണ് ഇതിനകത്ത് യോഗ്യനെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ വലിച്ചു കീറി തുന്നമായിട്ട് കളയുന്നതാണ് കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, എന്നേക്കാൾ മുകളിൽ ആരും വരാൻ എനിക്കിഷ്ടമല്ല എന്നാണ് അത് കാണിച്ചത്. എന്ന് പുള്ളി കഴിഞ്ഞ പ്രാവശ്യം പോയി എന്താണ് കാണിച്ചു വെച്ചത്? ഒന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഒരു പൊട്ടൻ ജയിച്ചു, ഈ പ്രാവശ്യം ഒരു പൊട്ടി ജയിച്ചു. അവിടെ ഇത് പറയുന്നത് ലോകപൊട്ടൻ. അവിടെ ജനങ്ങളുടെ വോട്ട് കൊണ്ടല്ലേ ജയിക്കുന്നത്. ജനങ്ങളുടെ വോട്ട് നേടാൻ ഇങ്ങേർക്ക് കഴിഞ്ഞില്ല. ഇങ്ങേർക്ക് സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു PR-ൻ്റെ ഉസ്താദാണ് ഇങ്ങേരെന്ന് തോന്നുന്നു. കാരണം എല്ലാവരുടെയും PR ഇങ്ങേര് എടുക്കുമെന്ന് തോന്നുന്നു. ആരെപ്പറ്റി നല്ലത് പറയത്തില്ല. ബിഗ് ബോസ് സീസൺ 1 തൊട്ട്, എനിക്ക് 4 തൊട്ടാണ് എനിക്ക് ഇങ്ങേരുടെ വീഡിയോ ഒക്കെ കാണും. ഡോക്ടർ റോബിനെ ഇഷ്ടമേ അല്ല, ദിൽഷയെ ഇഷ്ടമല്ല. അതുപോലെ 5 വന്നു കഴിഞ്ഞപ്പോൾ അഖിൽമാരാരെ ജുനൈഫിനോടും സാഗറിനോടും ഒക്കെ ആയിരുന്നു ഇഷ്ടം. കഴിഞ്ഞ ഫീഫണിൽ പിന്നെ പുള്ളി സ്വന്തമായിട്ട് അങ്ങ് പോയി കളിക്കാൻ പോയി. അവസാനം അല്ല തോറ്റ് തുന്നമ്പാടി വന്നിരിക്കുന്നതിൻ്റെ മോൻ എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു കയറി വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പാരി തന്നെ ട്രോളിക്കൊന്നു. ഈ ഫീഫണിൽ അനുമോളെ ഇഷ്ടമല്ല, അനീഷിനെ ഇഷ്ടമല്ല, ഇവരെ ആരെയും ഇഷ്ടമല്ല. പുള്ളി എന്നിട്ട് എല്ലാവരെയും ഇരുന്ന് കുറ്റം പറഞ്ഞു പോകും. ഏത് വീഡിയോയ്ക്ക് ആരുടെ മുന്നേ ഇൻ്റർവ്യൂവിന് കൊടുത്താലും എല്ലാവരും പുച്ഛിച്ചാണ് പറയുന്നത്. എല്ലാവരും PR കൊണ്ടാണ് കളിക്കുന്നത്, എല്ലാവരും PR കൊണ്ടാണ് ജയിക്കുന്നത് എന്നൊക്കെയാണ് ഇങ്ങേരുടെ പറച്ചിൽ. ഞാനത് ആദ്യമേ പറഞ്ഞു തന്നെ എനിക്ക് പറയാനുള്ളൂ. ഈ അഫൂയിക്കും കുശുമിനും ഒക്കെ കൈയും കാലും വെച്ചിട്ട് ഇൻ്റർവ്യൂ പറയുന്ന ഒരുത്തനായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നിങ്ങൾക്കത് തോന്നുന്നു എന്ന് കമൻ്റായിട്ട് ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്താം. ഓക്കെ ബൈ.